ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പെർമിഷനൊക്കെ എടുത്ത് മൂന്നാർ ടൗണിൽ നിന്ന് ജീപ്പിലായിട്ടും ഒരു 8 കിലോമീറ്റർ നടന്നുമാണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ എത്തിയത്. സമുദ്രനിരപ്പിന് ഏകദേശം ഒരു 8600 അടി മുകളിൽ നിൽക്കുന്ന ആനമുടിക്ക് ശേഷം കേരളത്തിലെ ഹയസ്റ്റ് പീക്കായ, എന്നാൽ കേരളത്തിൽ നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാൻ പറ്റിയ ഏറ്റവും ഹയസ്റ്റ് പോയിന്റായ മീശപ്പുലിമലയിലോട്ടാണ് ഇന്ന് എൻ്റെ യാത്ര. തിരുവനന്തപുരത്ത് നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത്. മൂന്നാറിലോട്ടുള്ള KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇവിടുന്ന് 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് കൊട്ടാരക്കര എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബസ് ബ്രേക്ക് ഡൗൺ ആയത്. ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാണ്ട് ബസ്സിലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കൊട്ടാരക്കര സ്റ്റാൻഡിലോട്ട് അങ്ങനെ നടന്നു. ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിട്ട്. എന്നാൽ ഇത്ര ലോങ് പോകേണ്ട KSRTC ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ബസ് അവർ അറേഞ്ച് ചെയ്ത് തന്നു മൂന്നാറിലോട്ട്. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു. ഒരു 3:30 ആയപ്പോഴാണ് കോട്ടയം എത്തുന്നത്. അത് കഴിഞ്ഞ് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങി കുറേ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 9:30ക്കാണ് നമ്മൾ മൂന്നാർ എത്തുന്നത്. അവിടെ സ്റ്റേ ഒക്കെ എടുത്ത് ഇനി നമ്മുടെ അടുത്ത യാത്ര തുടങ്ങുന്നത് രാവിലെയാണ്. ഒരു 4 മണി ആയപ്പോഴാണ് നമ്മളെ പിക്ക് ചെയ്യാനുള്ള ജീപ്പ് വരുന്നത്. ടൗണിൽ നിന്ന് മീശപ്പുലിമല ബേസ് ക്യാമ്പിൽ എത്താൻ ശരിക്കും ഒരു മണിക്കൂറുണ്ട്. അത്യാവശ്യം ചെറിയ ഓഫ് റോഡൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തുന്നത്. ഇവിടെ തന്നെ നല്ല തണുപ്പാണ്. ഒരു 12 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. കഴിക്കാനുള്ള ഫുഡൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ബ്രെഡും പൈനാപ്പിൾ ജാമും ആയിരുന്നു. ആ ഒരു തണുപ്പിൽ എന്തോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാൻ. അവിടുന്ന് തന്നെ നമുക്ക് കട്ടനും കിട്ടും. ബാത്റൂം ഫെസിലിറ്റീസും നമുക്ക് അവിടെ തന്നെ യൂട്ടിലൈസ് ചെയ്യാം. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടെന്റ് ബുക്ക് ചെയ്ത് വരാം. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ ജീപ്പിൽ നിങ്ങൾക്ക് മുകളിലോട്ട് എത്താൻ പറ്റും. ഈ ഒരു ബേസ് ക്യാമ്പിൽ നിന്ന് ജീപ്പിൽ വീണ്ടും ഒരു അരമണിക്കൂറുണ്ട് മുകളിലെത്താൻ. സൺറൈസ് ഒക്കെ ജസ്റ്റ് തുടങ്ങുമ്പോഴാണ് നമ്മൾ കയറി പോകുന്നത്. ജീപ്പൊക്കെ നിർത്തി ഇനി നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ഇതാണ് KFDCയുടെ തന്നെ റോഡോ മാൻഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഇതും നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് വരാം. കയറുമ്പോൾ തന്നെ സൈഡിലായിട്ട് പുല്ലിൽ മഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാം. അങ്ങനെ കുറച്ച് കയറി വന്നപ്പോഴുള്ള സൺറൈസ് പോയിന്റിലെ വ്യൂ ആണിത്. ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ അടുത്ത ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഗൈഡിനൊപ്പം മഞ്ഞ് വീണ ഈ പുൽമേടിന്റെ നടുവിലൂടെ ആ ഒരു തണുപ്പിൽ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നു. ഒരു ചെറിയ അരുവിയൊക്കെ ക്രോസ് ചെയ്ത് വീണ്ടും നമ്മൾ അങ്ങനെ നടക്കണം. ശരിക്കും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. കഴിച്ചിട്ട് വേസ്റ്റ് അവിടെയൊന്നും ഒരിക്കലും ഇടാണ്ട് ബാഗിൽ തന്നെ വെക്കണം. പലതരം പൂക്കൾ കാണാം നമുക്ക് ഈ കയറുന്ന വഴി. അങ്ങനെ ഇതാണ് നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയാലുള്ള വ്യൂ. ഒരു ഫുൾ ക്ലൗഡ് ബെഡിങ് കണ്ടില്ലെങ്കിലും ഞാൻ ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂവിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കുറച്ചു നേരം ഇവിടെ നമുക്ക് പീസ്ഫുൾ ആയി ഇങ്ങനെ ഇരിക്കാം. വെള്ളമൊക്കെ കുടിച്ച് ഇനി നമ്മൾ താഴോട്ട് പോകുന്നത് വേറെ വഴി കൂടെയാണ്. മലകളുടെ നടുവിലൂടെ പുൽമേടുകളും മരങ്ങളും ചെറിയ അരുവികളും ഒക്കെ നിറഞ്ഞൊരു വഴി. അങ്ങ് ദൂരെ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. വീണ്ടും നടന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു തണൽ കിട്ടിയത്. അവിടെ റെസ്റ്റൊക്കെ എടുത്ത് അടുത്ത് നമ്മൾ പോകേണ്ടത് ഈ പൈൻമരങ്ങൾക്കൊക്കെ നടുവിലൂടെയുള്ള ഈ ഒരു വഴി കൂടെയാണ്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ എടുത്ത് നമ്മൾ ജീപ്പ് ഇറക്കി വിട്ട് സ്പോട്ടിലെത്താൻ. ശരിക്കും അത്യാവശ്യം നല്ല ഓഫ് റോഡ് ഉണ്ട് ഇങ്ങോട്ട് കയറി വരാൻ. ഇപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴാണ് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം വരുമ്പോൾ മൊത്തം ഇരുട്ടായിരുന്നു. തിരിച്ച് നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തുമ്പോൾ നല്ല ചോറും കറിയും പുട്ടും കടലയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ലഞ്ചായിട്ട്. അത്രയും ട്രെക്ക് കഴിഞ്ഞ് ഈ ഒരു ലഞ്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ശരിക്കും. പ്ലേറ്റൊക്കെ നമ്മൾ തന്നെ കഴുകി വെച്ച് തിരിച്ച് ജീപ്പ് കയറി. നമ്മുടെ മെയിൻ റോഡ് എത്തുന്നതിന് മുന്നേയുള്ള ഈ ഒരു സ്ട്രെച്ച് മൊത്തം തേയിലത്തോട്ടങ്ങൾക്കൊക്കെ നടുവിലൂടെയാണ്. അങ്ങനെ ഒരു 2 മണിയായപ്പോൾ നമ്മുടെ മൂന്നാർ ടൗൺ എത്തി. ജീപ്പിന് ഒരു 3500 രൂപയായിരുന്നു വാങ്ങിയത്. 4 പേരുള്ളതുകൊണ്ട് ആ പൈസ സ്പ്ലിറ്റ് ആക്കി കൊടുത്തു. 6 ആൾക്കാർ വരെ കയറാം ശരിക്കും ഈ ഒരു ജീപ്പിൽ. മൂന്നാർ ടൗണിലെ ശ്രീകൃഷ്ണ ഹോട്ടലിൽ നിന്ന് ഒരു തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണിയും വാങ്ങി ഞാൻ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. തിരിച്ചുള്ള ബസ് എനിക്ക് വൈകുന്നേരം 6:30 ഉള്ളൂ. അതുകൊണ്ട് അതുവരെ കുറച്ചു നേരം ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് മാർക്കറ്റ് ഏരിയയിൽ കൂടെയൊക്കെ കുറച്ച് നടന്ന് സമയം കളഞ്ഞ് ആൻഡ് ഫൈനലി നമ്മുടെ തിരുവനന്തപുരത്തോട്ടുള്ള സൂപ്പർ ഡീലക്സ് KSRTC ബസ് എത്തി. ഈ സൂപ്പർ ഡീലക്സിന്റെ ഒക്കെ സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയി റിക്ലൈൻ ഒക്കെ ചെയ്ത് ഇവിടുന്ന് തിരിച്ചുള്ള യാത്ര തുടങ്ങി. നല്ല ബ്ലോക്കായിരുന്നു മൂന്നാർ ടൗൺ ഏരിയയിൽ. കടന്നുറങ്ങി അങ്ങനെ മെല്ലെ ഒരു 3:15 രാവിലെ ആയപ്പോഴേക്കും തിരുവനന്തപുരം എത്തി. സോ മീശപ്പുലിമല പോകണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ ട്രെക്ക് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം KFDC ഓഫീസിൽ വിളിക്കുക. ഒരു 1700 രൂപയ്ക്ക് പെർ ഹെഡ് പാസ് എടുക്കുക. ജീപ്പിൻ്റെ നമ്പറൊക്കെ അവർ തന്നെ തരും. നമ്മൾ ആ നമ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മതി. അതിൻ്റെ പൈസ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പോയിട്ടുള്ള ഒരു അഭിപ്രായം പറയാം. അടുത്തൊരു സ്റ്റോറിയിൽ കാണാം.